കയ്യടികളോടെ ആവേശത്തോടെ സ്വീകരിക്കണമെന്ന് എല്ലാവർക്കും നമുക്ക് സ്വീകരിക്കാം. സ്നേഹത്തിന്റെ ഇന്നത്തെ ഈ സദസ്സിന്റെ സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരമായ ഡിവിഷൻ കൗൺസിലർ പ്രസാദ് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയക്കുറവ്, അതുകൊണ്ട് പെട്ടെന്ന് സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും നമ്മുടെ എല്ലാം ഇത്രയും കാത്തിരുന്ന നമ്മുടെ എല്ലാം അവരെ ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ML റോസി അവരുടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ CP പോൾ DPC മെമ്പർ പോളിയാട്ടൻ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ DMO തൃശ്ശൂർ DMO ഡോക്ടർ ശ്രീദേവി മാഡം എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ DPM എൻവയറൺമെന്റ് DPM ശ്രീ ഡോക്ടർ സജീവ് കുമാർ സാർ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയും ഇതിന്റെ നോഡൽ ഓഫീസറും കൂടിയായിട്ടുള്ള ശ്രീ ഷിബു സാർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഐറീൻ അവരെ ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്കറിയാം ഇദ്ദേഹം ഇവിടെ അധികം പ്രസംഗിക്കാനൊന്നും നിൽക്കുന്നില്ല. മറ്റൊന്നുകൊണ്ടല്ല, ഏകദേശം 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതേ ഉള്ളൂ. കാരണം അദ്ദേഹം കോർപ്പറേഷന്റെ ഒരു പരിപാടിക്ക് മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് വരിക. അപ്പൊ കോർപ്പറേഷന്റെ ഉപകാരം ഞാൻ അദ്ദേഹത്തിന് അറിഞ്ഞു. പിന്നെ പിരിഞ്ഞുവിട്ടേക്ക് ഞാനടക്കം. കാരണം തൃശ്ശൂരിന് ഒരു മാറ്റം ഉണ്ടാകുന്നു. കാരണം അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം യഥാർത്ഥമായി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വലിയ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ളവരാണ്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. അദ്ദേഹം 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഈ ഇത് ഉദ്ഘാടനം ചെയ്ത് പോകുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ആഘോഷത്തോടെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റ് ജനപ്രതിനിധികൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ, പ്രിയപ്പെട്ട എൻ്റെ തൃശ്ശൂർക്കാർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ പരിപാടികൾ ലഭിക്കുന്ന സമയമത്രയും സമയത്തിനപ്പുറമായ പരിപാടികൾ തിങ്ങി നിറഞ്ഞു പോയതുകൊണ്ട് ഓട്ടപ്രദർശനം പലപ്പോഴും ആവശ്യമായി വരും. ഒരുപാട് നേരം സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല. മാത്രമല്ല, ഒരു MP എന്ന നിലയ്ക്ക് പുതിയൊരു അനുഭവത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള വേദികളിലല്ല ശരിക്കും മനസ്സിൽ ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത്, എന്നെ അറിയിച്ചത് ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഇതൊന്നും സമ്മതിക്കേണ്ട ഒരു പ്രദേശവുമല്ല, പരിപാടികളുമല്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പെറ്റ് പ്രോജക്റ്റാണ് ഈ വെൽനസ് ക്ലിനിക്കുകൾ. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലം തൊട്ട് പറയുന്നുണ്ട്, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പനി ക്ലിനിക്, അതായത് പനിയും അങ്ങനെയുള്ള ഒരു മുറിവ് വെച്ചുകെട്ടൽ, ഒടിവല്ലാത്ത ചില ചതവുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ മുറിവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടുന്നതിനും തൊണ്ടവേദനയ്ക്കും മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കുകൾ വ്യാപൃതമായിട്ടുണ്ടായാൽ വലിയ രോഗത്തിന് ഇമ്മീഡിയറ്റ് അറ്റൻഷന് വേണ്ടി ചെന്ന് വലിയ ആശുപത്രികളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നവരുടെ ആവലാതി നമുക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കും.
അപ്പോൾ പനിക്കും അങ്ങനെയുള്ള പകർച്ചവ്യാധികളും കൊണ്ട് ചെന്ന് അവരെ കൂടുതൽ, ഉദാഹരണത്തിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട്, കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൊണ്ടുവന്ന് പനി സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചുകൂടാ. അപ്പൊ അതിന് പനി ക്ലിനിക്കുകൾ ഉണ്ടാവണം. ഒരു 50 ബെഡെങ്കിലുമുള്ള ഇപ്പൊ നിലവിലുള്ള PH സെന്ററുകളെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ തരത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പദ്ധതിയാണിത്. ഇത് ഇന്ന് കേരളത്തിൽ ഞാൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. ശാരീരികമായിട്ടല്ലേ, അത് പാടില്ല, അത് ജനാധിപത്യത്തിൽ നല്ലതല്ല. പക്ഷെ അവരെ നിലയ്ക്ക് നിർത്തണം. അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവര് പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വെൽനസ് മിഷന്റെ ഭാഗമായിട്ടുള്ള വെൽനസ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് MP ആവുന്നതിന് മുമ്പ്, ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഇന്നെനിക്ക് നമ്മുടെ റൗണ്ടില് സഞ്ചരിക്കുമ്പോൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ വളരെ മനോഹരിയായിട്ട് കാണാൻ സാധിച്ചു. ഇത് ഞാൻ കണ്ടത് 2019 തോൽപ്പിക്കപ്പെട്ട് രാജ്യസഭയിൽ പോയി ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് അത്രയും ദൂരം ഞാൻ വന്നിട്ടില്ല ഇവിടെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അന്നാണ് ഞാൻ ഇത്രയും മനോഹരിയായി കണ്ടത്. അപ്പൊ ജലത്തിന്റെ ദൗർലഭ്യം മാത്രമാണ്. ഒരു നുഴഞ്ഞുകയറ്റവും ഒരു കടന്നുകയറ്റത്തിനും കൂട്ട് നിൽക്കുകയില്ല. അത് ക്ഷേത്ര മൈതാനം. ആ ക്ഷേത്ര മൈതാനം പക്ഷെ ചൂട് വമിക്കുന്ന ഒരു പ്രദേശമായി, ഭൂമി തലമായി, പ്രതലമായി നിലനിൽക്കരുത് എന്നുള്ള ഇന്നത്തെ പച്ചപ്പ് കണ്ടപ്പോൾ തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു അനുവാദം തന്നാൽ, ദേവസ്വവും മേയറും അനുവാദം തന്നാൽ നിരന്തരമായി വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന സ്പ്രിംഗ്ലേഴ്സ് വെച്ച് അത് എന്നും പുൽപ്പടപ്പ് അവിടെ നിലനിർത്താൻ എന്ത് വേണം നമുക്ക് ആലോചിക്കാം. നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്ത വെള്ളമുണ്ട്, ശുദ്ധജലം തന്നെയാണ്. അതൊക്കെ പട്ടാള ക്യാമ്പില്, എഴുമല ക്യാമ്പില് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ STP ഇപ്പൊ അത് ഒരെണ്ണം ക്രാക്ക് ചെയ്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, പരിസരത്തെ കിണറുകളിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് 2018 പോയി ഇടപെട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി നിർമ്മല സീതാരാമനെ കൊണ്ട് 4 യൂണിറ്റുകളാക്കി വിപുലമാക്കി അവിടെ നിന്ന് കിട്ടുന്ന ജലം അവിടെ കുടിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജലം നിരന്തരമായ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ സ്പ്രിംഗ്ലേഴ്സ് വെച്ച് നമുക്ക് കാലത്തൊരു 3 മണിക്കൂർ, വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഇട്ടാൽ നമുക്ക് ഇത്രയും മനോഹരിയായി ക്ഷേത്ര മൈതാനത്തെ നിലനിർത്തിയാൽ അതിൽ നിന്നൊരു ചൂടേറ്റ് ജനങ്ങൾക്ക് ദാഹനീരിന് വേണ്ടി ഓടേണ്ട ഒരവസ്ഥ, അവിടെ ഒരു ഇക്കോസിസ്റ്റം നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും. ഞാൻ മേയർ ഇതെല്ലാം കഴിഞ്ഞു വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണിത്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഒരു കിട്ടാൻ സമ്മാനിക്കാൻ വേണ്ടി. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സ്നേഹം, നന്ദി, നമസ്കാരം.
ഈ സമയക്കുറവിനിടയിലും ഇവിടെ എത്തിച്ചേരാൻ ശ്രമിച്ച നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയും. നമസ്കാരം. അയ്യന്തോൾ കാർത്താൻഡംല റോട്ടിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം എംപിയും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയേട്ടനാണ് ഈ അർബൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഏകദേശം 2021 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തൊട്ടുക്കും എല്ലാ വാർഡുകളിലും മാക്സിമം ജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സെൻറ്ററുകൾ ആരംഭിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത്. അതിന് പ്രകാരം തൃശ്ശൂർ കോർപ്പറേഷന് 9 സെൻറ്ററാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 5ാമത്തെ സെൻറ്ററാണ് ഈ അയ്യന്തോളിൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ പ്രവർത്തനം 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ചെലവുകളും കേന്ദ്രമാണ് വഹിക്കുന്നത്. അതിനുള്ള ഫണ്ട് മുൻകൂർ തന്നെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലുള്ള, കാരണം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഒരു തടസ്സം വരരുതെന്ന ദൃഢനിശ്ചയത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും നല്ലൊരു നടപടിയാണ് മുൻകൂർ തന്നെ തുക അനുവദിക്കുകയും ആ രീതിയിൽ നല്ല രീതിയിൽ ഈ ഹെൽത്ത് സെൻ്ററുകൾ പ്രവർത്തിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ആണ് കേന്ദ്രം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ സെൻ്ററിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് പ്രധാനമായിട്ട് തുടക്കത്തിൽ നൽകുന്നത്. അതിന് ഇവിടെ ഡോക്ടറുണ്ട്, ലാബ് ടെക്നീഷ്യനുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, നഴ്സുമാരുണ്ട്. അതുകൊണ്ട് ഏതൊരു സുഖമില്ലാത്ത ആളും ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. ലാബ് ടെക്നീഷ്യൻ ലാബ് ടെസ്റ്റുകൾ സൗജന്യമാണ്. അതുപോലെ മരുന്നുകൾ, ഡോക്ടർ കുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾ ഇവിടെ തന്നെ ലഭ്യമാണ്, അതും സൗജന്യമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ അയ്യന്തോൾ പ്രദേശത്ത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹെൽത്ത് സെൻറ്റർ പോലും ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആവശ്യമാണ് ഇന്നിവിടെ നിറവേറ്റിയിട്ടുള്ളത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. മാത്രമല്ല സമീപവാസികൾക്കും ഈ പ്രദേശത്തുള്ളവർക്കും ഈ ഹെൽത്ത് സെൻറ്റർ വലിയ രീതിയിൽ തന്നെ ഉപകാരപ്പെടുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. അവരെന്നോട് വളരെയധികം നന്ദി ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ യോഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എല്ലാവർക്കും നന്ദി പറയലാണ്. ആദ്യമായി തന്നെ എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ ഇല്ല എങ്കിലും നമ്മുടെ എല്ലാ തിരക്കുകളുടെ ഇടയിലും ഇവിടെ വന്ന് ഈ ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്ത തൃശ്ശൂരിന്റെ സ്വന്തം എംപിയും നമ്മുടെ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി സാറിനെയാണ്. അടുത്തതായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച
നമ്മുടെ തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ് സാറിനെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ ഐറി. അവിടെ എവിടെ വീട്? മുക്കാട്. അതാ ഞാൻ കണ്ടുപിടിച്ചിട്ട് നമസ്കാരം. തൃശ്ശൂർ കോർപ്പറേഷൻ അയ്യന്തോട് 53-ാം ഡിവിഷനിൽ എല്ലാവർക്കും അഭിമാനപൂർവ്വം പറയാവുന്നൊരു PHC ഹെൽത്ത് സെൻ്റർ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. പബ്ലിക് ഹെൽത്ത് സെൻ്റർ, ആയുഷ്മാൻ ഭാരതിൻ്റെ ആദ്യത്തെ ഒരു ഹെൽത്ത് സെൻ്ററാണ് ഇവിടെ ഇത് തുടങ്ങിയിട്ടുള്ളത്. ജനങ്ങൾക്ക് വളരെയധികം സൗകര്യപ്രദമാവുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയിട്ട് പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ പരിശോധനകളും ഇവിടെ ചെയ്യാവുന്ന നിലയ്ക്ക് ഉള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. നിരവധി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നിരവധി മരുന്നുകൾ ജനങ്ങൾക്ക് സൗജന്യമായിട്ടും നൽകാനുള്ള പദ്ധതികളുണ്ട്. ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ആരോഗ്യ പരിപാലന രംഗത്തുള്ള അതിനൂതനമായിട്ടുള്ള ചികിത്സാ വിധികൾ നിർദ്ദേശിക്കപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പണം പുറത്ത് വലിയ ഹോസ്പിറ്റലുകൾ ചിലവാക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള PHCകൾ തുടങ്ങുന്നതും ഹെൽത്ത് സെൻ്ററുകളും ആൾക്കാരെ സഹായിക്കുന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തായാലും ഇങ്ങനെയൊരു സംരംഭത്തിന് കേന്ദ്ര സർക്കാരിന്, മോദി ഗവൺമെൻറ്റിന്, ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഡിവിഷനിൽ താമസിക്കുന്ന ശ്രീ നാരായണൻ നമ്പൂതിരി എന്ന അദ്ദേഹമാണ് ഈ സ്ഥലം ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് വെച്ച് തന്നിരിക്കുന്ന അദ്ദേഹത്തിന് വളരെ വളരെ നന്ദി പറയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ വിധത്തിൽ ഇങ്ങനൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലം വിട്ടു തന്നേ